നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഫെർട്ടിലൈസേഷൻ എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ഫെർട്ടിലൈസേഷൻ ഈവൻസുകളും എങ്ങനെയാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എന്നൊന്ന് പഠിച്ചു. ഇനി ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞ് ഇപ്പോ അമ്മയുടെ യൂട്രസിന് അകത്താണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളും അതുപോലെ തന്നെ ന്യൂട്രിയൻസ്, ഓക്സിജൻ ഇങ്ങനെയുള്ള ആവശ്യമായ ഘടകങ്ങൾ കുഞ്ഞിലേക്ക് എത്തിക്കുന്നതിനെ സഹായിക്കുന്ന ഒരു ടെമ്പററി കണക്ഷനുകളുണ്ട്. അപ്പോൾ എന്താണ് ആ ടെമ്പററി കണക്ഷൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ആ കണക്ഷനെ വിളിക്കുന്ന പേരാണ് പ്ലാസെന്റ. ഫെർട്ടിലൈസേഷൻ നടന്ന ഒരു കുഞ്ഞ് ആയതിനു ശേഷം ആ കുഞ്ഞ് അമ്മയുടെ യൂട്രസിൽ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നത് അല്ലെ. ട്രോപ്പോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ലെയേഴ്സ് വന്നിട്ട് യൂട്രസിന്റെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുകയും ഇന്നർ സെൽ മാസ് അത് ഗ്രോയിങ് എംബ്രിയോ ആയിട്ട് മാറുകയും ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഇനി ഈ ഇംപ്ലാന്റേഷൻ ചെയ്തതിന് ശേഷം ആ യൂട്രസിന്റെ വോളിന് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ട്രോപ്പോബ്ലാസ്റ്റിന്റെ ലെയേഴ്സിലെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് മാറുകയാണ്. അങ്ങനെ ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ട് മാറുന്ന ആ സ്ട്രക്ചറെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോറിയോണിക് വില്ലേജ്. ഈ കോറിയോണിക് വില്ലയെ ചുറ്റിക്കൊണ്ട് യൂട്രൈന്റെ അതായത് മദറിന്റെ യൂട്രൈസിന്റെ ടിഷ്യൂസുകളും ബ്ലഡ് വെസൽസും എല്ലാം കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ടെമ്പററി കണക്ഷൻ അമ്മയും കുഞ്ഞും തമ്മിൽ ഫോം ചെയ്യുകയാണ്. അങ്ങനെ അമ്മയും കുഞ്ഞും തമ്മിൽ ഫോം ചെയ്യുന്ന ആ ടെമ്പററി ആയിട്ടുള്ള കണക്ഷൻ ആണ് പ്ലാസെന്റ എന്ന് പറയുന്നത്. അപ്പൊ പ്ലാസെന്റ ഇസ് എ ടെമ്പററി കണക്ഷൻ ബിറ്റ്വീൻ മദർ ആൻഡ് എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസ്. Which is the structural and functional unit between mother and embryo. ഇനി എന്താണ് ഒരു പ്ലാസെന്റയുടെ ഫംഗ്ഷൻ എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം കുഞ്ഞിന് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ ഓക്സിജനും ശരീരത്തിലേക്ക് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് കൊടുക്കുന്നത് ഈ പ്ലാസെന്റ വഴിയാണ്. കൂടാതെ കുഞ്ഞിൽ ഉണ്ടാകുന്ന വേസ്റ്റ് മെറ്റീരിയലും അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നതും ഈ പ്ലാസെന്റയിലൂടെയാണ്. ഇനി ഈ അമ്മയും കുഞ്ഞിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ പ്ലാസെന്റ എന്ന് പറയുന്നത് ഒരു കോഡ് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കോഡിനെ വിളിക്കുന്ന പേരാണ് അംബലിക്കൽ കോഡ്. അംബലിക്കൽ കോഡ്. അപ്പോ അംബലിക്കൽ കോഡിലൂടെയാണ് അമ്മയും കുഞ്ഞും പ്ലാസെന്റയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് ഫങ്ഷൻസ് ഓഫ് പ്ലാസെന്റ. Supply of oxygen and nutrients to the embryo. Removal of carbon dioxide and waste from embryo. പിന്നീട് it can act as endocrine tissues. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ് എഴുതിയിരിക്കുന്നത്. HCG, HPL, റിലാക്സിൻ ആൻഡ് പ്രൊലാക്റ്റിൻ. HCG, HPL, റിലാക്സിൻ ആൻഡ് പ്രൊലാക്റ്റിൻ. ഇത് എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുകയും ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ് HCG. HCG മീൻസ് ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപിൻ. അതുപോലെ HPL ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. നമുക്കറിയാം ലാക്ടോജൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഈ HCGയും HPLന്റെയും പ്രത്യേകത ഇത് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആണ് എങ്കിൽ മാത്രം കണ്ടുവരുന്ന ഹോർമോൺസുകളാണ്. അതായത് പ്ലാസെന്റയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഹോർമോൺസുകളാണ് HCGയും HPLും എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രസൻസ് സൂചിപ്പിക്കുന്നത് ആ സ്ത്രീ പ്രഗ്നന്റ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഹ്യൂമൻ പ്ലാസെന്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പ്രധാനപ്പെട്ട ഹോർമോണുകളാണ് HCGയും HPLും. ഇനി റിലാക്സിനും പ്രൊലാക്റ്റിനും അത് കൂടാതെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓവറിൽ നിന്ന് ഉണ്ടാകുന്ന ഹോർമോൺസുകളാണ്. എന്നാൽ പ്ലാസെന്റയിൽ നിന്ന് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോർമോണുകളാണ് HCGയും HPLും. ഇവിടെ എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യുന്നു നമ്മൾ പറയുന്നു. അതിനർത്ഥം ഈ പ്ലാസെന്റയിൽ നിന്ന് HCGയെയും HPLനെയും അതുപോലെ റിലാക്സിനും പ്രൊലാക്റ്റിനും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, പ്ലാസെന്റ can act as endocrine tissues and produce HCG, HPL, relaxin and prolactin hormones. സാധാരണയായി ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കോർട്ടിസോള് അതുപോലെ തന്നെ റിലാക്സിൻ തുടങ്ങിയ ഹോർമോൺസ് എല്ലാം ഒരു ഫീമെയിൽസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ
പ്ലാസന്റയ്ക്ക് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോർമോൺസുകളാണ് HCG ആൻഡ് HPL എന്ന് പറയുന്നത്. ഇനി HPL ആണ് പ്ലാസെന്റൽ ലാക്ടോജൻ, ദാറ്റ് മീൻസ് പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്. ഇനി റിലാക്സിൻ എന്താണ് ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ, റിലാക്സിൻസ് നമുക്കറിയാം പ്രസവം എന്ന് പറയുന്നത് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പാർച്ചുറേഷൻ എന്ന് നമ്മൾ പറഞ്ഞ് പഠിക്കും. ആ സമയത്ത് മസിൽസിന്റെ ഒക്കെ കോൺട്രാക്ഷന്റെ സഹായത്തിലൂടെയാണ് ഡെലിവറി നടക്കുന്നത്. അപ്പോൾ കോൺട്രാക്ഷൻ ഓഫ് മസിൽസിനെ സഹായിക്കുന്നതാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. അതുപോലെ പ്രൊലാക്റ്റിനെ പ്രൊഡക്ഷൻ ഓഫ് മിൽക്കിനാണ് സഹായിക്കുന്നത്. ഓക്കെ, ഇനി HCG മീൻസ് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. Then HPL human placental lactogen. HCG means human chorionic gonadotropin and HPL human placental lactogen. ഇപ്പോൾ പറഞ്ഞു ട്രോപ്പോബ്ലാസ്റ്റ് ലെയർ ആണ് കൊറിയോണിക് വില്ലേ ആയിട്ട് മാറി അവിടെ ഒരു പ്ലാസെന്റൽ കണക്ഷനിലേക്കൊക്കെ പോകുന്നത്. അതേസമയം ഇന്നർ സെൽമാസ് എന്ത് സംഭവിച്ചു? ഇന്നർ സെൽമാസ അത് ഗ്രോയിങ് എംബ്രിയോ ആയിട്ട് മാറി, അല്ലെ? അപ്പൊ ഇന്നർ സെൽമാസിലുള്ള സെൽസുകളൊക്കെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 3 ടൈപ്പ് അല്ലെങ്കിൽ 3 ലെയേഴ്സുകളായിട്ടാണ് മാറുന്നത്. 9 മാസ കാലയളവിലാണ് ഒരു കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുന്നത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ജസ്റ്റേഷൻ പീരീഡ് അല്ലെങ്കിൽ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത്. 9 മാസം അല്ലെങ്കിൽ 280 ഡേയ്സ് ആണ് പറയുന്നത്. അപ്പൊ ഈ 280 ഡേയ്സ് കൊണ്ട് ആ കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുകയാണ്. അപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് ഓരോ മാസത്തിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് മന്ത് എന്ന് പറയുന്നതിന്റെ കുഞ്ഞിന്റെ ഹാർട്ടിന്റെ ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും. അതായത് നമുക്ക് സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് കുഞ്ഞിന്റെ ഹാർട്ട് സൗണ്ടുകളൊക്കെ 8ാമത്തെ മാസം പൂർത്തിയായതിനു ശേഷം നമുക്ക് കേട്ടു തുടങ്ങും. അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ സെക്കൻഡ് മന്ത് ആകുമ്പോഴേക്കും കുഞ്ഞിന്റെ ലിംസും ഡിജിറ്റ്സുകളും, അതായത് വിരലുകളും കൈകാലുകളും ഒക്കെ വളർന്നു തുടങ്ങിയിട്ടുണ്ടാവും. എൻഡ് ഓഫ് തേർഡ് മന്തില് ഈ വളർച്ച പൂർത്തിയാകുകയാണ്. ലിംസ് മാത്രമല്ല, ജെനിറ്റാലിയ എന്ന് പറയുന്ന സിസ്റ്റം, മോസ്റ്റ് ഓഫ് ദ ഓർഗൻസ് എല്ലാം തന്നെയും ഈ ഒരു 3 മാസത്തിനുള്ളിൽ വളർച്ച പൂർത്തിയാകുന്നുണ്ടാവും. ഈ വളർച്ച നടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ആദ്യത്തെ 3 മാസം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡ് ആണ് എന്ന് പറയുന്നത്. കാരണം കുഞ്ഞിന്റെ അവയവങ്ങളെല്ലാം രൂപം കൊള്ളുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പൊ ഈ ഓരോ 3 മാസം ചേർന്ന് നമ്മൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ പീരീഡ് എന്നാ പറയുന്നത്. അപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ പൂർത്തിയാക്കുന്നതോടുകൂടി കുഞ്ഞിന്റെ മോസ്റ്റ് ഓഫ് ദ ഓർഗൻസ് എല്ലാം ഫോം ചെയ്ത് അതിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇനി 5ാമത്തെ മാസം എത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ ഫസ്റ്റ് മൂവ്മെന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ കുഞ്ഞിന്റെ അനക്കങ്ങളൊക്കെ കേട്ടു തുടങ്ങാം. പിന്നീട് അതോടൊപ്പം കുഞ്ഞിന്റെ തലയിൽ ഹെയർ എല്ലാം അല്ലെങ്കിൽ മുടിയെല്ലാം എടുത്ത് തുടങ്ങുന്നു. ഇനി ബൈ ദ എൻഡ് ഓഫ് 6th മന്ത് ഈ സമയമാകുമ്പോഴേക്കും ശരീരത്തെ പൊതിഞ്ഞ് ബോഡി കവേർഡ് വിത്ത് ഫൈൻ ഹെയർ, അതുപോലെ തന്നെ ഐലിഡുകളൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നു. ഐലാഷസിന്റെ ഫോർമേഷൻ നടക്കുന്നു. പിന്നീട് 9ാമത്തെ മാസം എത്തുന്നതോടുകൂടി കുഞ്ഞിന്റെ വളർച്ച പൂർത്തിയാകുകയാണ്. ആ ഒരു സ്റ്റേജിൽ നിന്ന് പിന്നീട് കുഞ്ഞ് പുറത്തേക്ക് എക്സ്പെല് ചെയ്യാനുള്ള പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 9 മാസം അല്ലെങ്കിൽ ഒരു ജസ്റ്റേഷൻ പീരീഡ് പൂർത്തിയാക്കിയതിന് ശേഷം പൂർണ്ണ വളർച്ചയെത്തിയ ആ കുഞ്ഞിനെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എക്സ്പെല് ചെയ്യുകയാണ്. അങ്ങനെ എക്സ്പെല് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർച്ചുറേഷൻ അല്ലെങ്കിൽ ഡെലിവറി എന്ന് പറയുന്നത്.